everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 88th lecture on Strategic Cost and Management Accounting. This lecture is based on Business Analysis Embedded in Enterprise Performance Management, which is the 6th module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about techniques for business analysis, and in this lecture, we are going to continue with the same topic, that is techniques for business analysis. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പെർട്ട് ആൻഡ് സി പി എം ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പെർട്ട് ആൻഡ് സി പി എം, ആപ്ലിക്കേഷൻസ് ഓഫ് പെർട്ട് ഓർ സി പി എം ടെക്നിക്സ്, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് സ്റ്റെപ്സ് ഇൻ പെർട്ട് ഓർ സി പി എം ടെക്നിക്സ്, പെർട്ട് ഓർ സി പി എം നെറ്റ്വർക്ക്സ്. Steps in PERT or CPM techniques. Project scheduling by PERT or CPM consists of 4 main steps. PERT or CPM യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോജക്റ്റ് ഷെഡ്യൂളിങ്ങിന് 4 മെയിൻ സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് പ്ലാനിങ്. എ ബിഗ് പ്രോജക്റ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ പ്രോജക്ട്സ്. സ്മോളർ പ്രോജക്ട്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ആക്ടിവിറ്റീസ്. Relationship of each activity with respect to other activities are defined and established. Also highlight any task necessary. ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിംഗ് ആണ്. ഒരു ബിഗ് പ്രോജക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്മോൾ പ്രോജക്ട്സ് ആക്കുന്നു. ഈ സ്മോൾ പ്രോജക്ട്സിനെ ഡിവൈഡ് ചെയ്ത് ആക്ടിവിറ്റീസ് ആക്കുന്നു. ഓരോ ആക്ടിവിറ്റിക്കും മറ്റ് ആക്ടിവിറ്റീസുമായുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുകയും എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് പ്രോജക്റ്റിൻ്റെ കംപ്ലീഷനായുള്ള നെസസറി ടാസ്കിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഷെഡ്യൂളിംഗ്. Aim is to prepare a time chart showing the start and finish times for each activity as well as its relationship to other activities. Must pinpoint the critical path activities. Slack and float times are found for non-critical activities. Second step ഷെഡ്യൂളിംഗ് ആണ്. ഷെഡ്യൂളിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത് തന്നെ ഓരോ ആക്ടിവിറ്റിയുടെയും സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ടൈംസ് കാണിക്കുന്ന, അതുപോലെ ഓരോ ആക്ടിവിറ്റിയുടെയും മറ്റ് ആക്ടിവിറ്റീസുമായുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ടൈം ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഷെഡ്യൂള് ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റീസിനെ പിൻ പോയിന്റ് ചെയ്യുന്നതായിരിക്കണം. സ്പെഷ്യൽ അറ്റൻഷൻ റിക്വയർഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റീസിനെ പിൻ പോയിന്റ് ചെയ്യുന്നതായിരിക്കണം ഷെഡ്യൂൾ. എങ്കിൽ മാത്രമേ പ്രോജക്റ്റ് ഇൻ ടൈം കംപ്ലീറ്റ് ചെയ്യുവാൻ പറ്റൂ. അതുപോലെ തന്നെ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനായുള്ള സ്ലാക്ക് ആൻഡ് ഫ്ലോ ടൈംസ് കണ്ടെത്തിയിരിക്കണം. ഇത് ആക്ടിവിറ്റീസ് ഡിലേ ആയാൽ അല്ലെങ്കിൽ റിസോഴ്സസ് ലിമിറ്റഡ് ആയാൽ അഡ്വാൻറ്റേജസിൽ യൂസ് ചെയ്യാവുന്നതാണ്. തേർഡ് സ്റ്റെപ്പ് ഇസ് റിസോഴ്സ് അലോക്കേഷൻ. റിസോഴ്സസ് ലൈക്ക് ലേബർ, ഫിനാൻസ്, എക്യുപ്മെൻറ്റ്, മെൻ എക്സെട്ര ആർ physical variables. When resources are limited, a systematic method for allocation of resources becomes essential. ലേബർ, ഫിനാൻസ്, എക്യുപ്മെൻറ്റ്, മെൻ തുടങ്ങിയ റിസോഴ്സസ് ഫിസിക്കൽ വേരിയബിൾസ് ആണ്. റിസോഴ്സസ് ലിമിറ്റഡ് ആകുമ്പോൾ ഈ റിസോഴ്സസിൻ്റെ അലോക്കേഷനായുള്ള ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് നീഡഡ് ആണ്, എസെൻഷ്യൽ ആണ്. ഫോർത്ത് സ്റ്റെപ്പ് ഇസ് കൺട്രോളിംഗ്. ഇറ്റ് ഈസ് ദ ഫൈനൽ ഫേസ് ഇൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. Critical paths are identical and attention is paid to critical activities. By having progress reports from time to time and updating the network continuously, a better financial as well as technical control over the project is exercised. Arrow diagrams and time charts are used for making periodic reports. പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലെ ഫൈനൽ ഫേസ് ആണ് കൺട്രോളിംഗ്. ഈ സ്റ്റെപ്പിൽ ക്രിട്ടിക്കൽ പാത്സ് ഐഡൻറ്റിക്കൽ ആണ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനാണ് അറ്റൻഷൻ നൽകുന്നത്. ആൻഡ് ടൈം ടു ടൈം പ്രോഗ്രസ് റിപ്പോർട്ട് ഉള്ളതുകൊണ്ടും നെറ്റ്വർക്ക് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് ടെക്നിക്കൽ കൺട്രോൾ ഓവർ ദ പ്രോജക്റ്റ് എക്സസൈസ് ചെയ്യുവാൻ കഴിയുന്നു. ആരോ ഡയഗ്രാംസും ടൈം ചാർട്ട്സും യൂസ് ചെയ്താണ് പീരിയോഡിക് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പെർട്ട് ഓർ സി പി എം നെറ്റ്വർക്ക്സ്. The first step is to draw an arrow diagram which shows interdependence and the predecessence relationship among activities of the project. പെർട്ട് ഓർ സി പി എം നെറ്റ്വർക്ക്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ആരോ ഡയഗ്രാം ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ ആരോ ഡയഗ്രാം എമംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രോജക്റ്റ് നിലനിൽക്കുന്ന ഇൻ്റർഡിപെൻഡൻസിനെയും പ്രെഡസൻസ് റിലേഷൻഷിപ്പിനെയും കാണിക്കുന്നതാണ്. നെറ്റ്വർക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോജക്റ്റ് സർട്ടൺ ബേസിക് ടെർമിനോളജീസ് ആർ യൂസ്ഡ് വിച്ച് ആർ ഡിഫൈൻഡ് ആസ് ഫോളോസ്. ഒരു പ്രോജക്റ്റിൻ്റെ നെറ്റ്വർക്ക് റെപ്രസെൻറ്റേഷനിൽ സർട്ടൺ ബേസിക് ടെർമിനോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ആക്ടിവിറ്റി. എനി ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ വിച്ച് യൂട്ടിലൈസസ് റിസോഴ്സസ് ആൻഡ് ഹാസ് ആൻ എൻഡ് ആൻഡ് എ ബിഗിനിങ്. ആക്ടിവിറ്റി എന്ന് പറയുന്നത്
ഒരു ഇൻഡിവിജ്വൽ ഓപ്പറേഷനാണ്. ആൻഡ് ഈ ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ആൻഡ് ഈ ഇൻഡിവിജ്വൽ ഓപ്പറേഷന് ഒരു എൻഡും ഒരു ബിഗിനിങ്ങും ഉണ്ടായിരിക്കും. ആൻ ആരോ ഈസ് കോമൺലി യൂസ് ടു റെപ്രസെൻറ്റ് ആൻ ആക്ടിവിറ്റി വിത്ത് ഇറ്റ്സ് ഹെഡ് ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ദി പ്രോഗ്രസ് ഓഫ് ദി പ്രോജക്റ്റ്. ഈ ആക്ടിവിറ്റി റെപ്രസെൻറ്റ് ചെയ്യുവാൻ കോമൺലി ഒരു ആരോ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ആരോയ്ക്ക് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസിൻ്റെ ഡയറക്ഷനെയാണ്. ആൻഡ് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 categories. First one is predecessor activity. Activities that must be completed immediately prior to the start of another activity are called predecessor activities. അതായത് മറ്റൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെയാണ് predecessor activities എന്ന് പറയുന്നത്. Second one is successor activity. Activities that cannot be started until one or more of other activities are completed but immediately succeed them are called successor activities. അതായത് ഒന്നോ അതിൽ കൂടുതലോ മറ്റ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആകാതെ സ്റ്റാർട്ട് ചെയ്യുവാൻ കഴിയാത്ത ആക്ടിവിറ്റീസ്. ആൻഡ് ഈ പറഞ്ഞ വൺ ഓർ മോർ ഓഫ് അതർ ആക്ടിവിറ്റീസിനെ ഇമ്മീഡിയറ്റ്ലി സക്സീഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ദേ ആർ കോൾഡ് സക്സസർ ആക്ടിവിറ്റീസ്. തേർഡ് വൺ is concurrent activity. Activities which can be accomplished concurrently are known as concurrent activities. It may be noted that an activity can be a predecessor or a successor to an event, or it may be concurrent with one or more of other activities. Concurrently അക്കംപ്ലിഷ് ചെയ്യുവാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ആണ് കൺകറൻറ്റ് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് ഒരു ഇവൻറ്റിൻ്റെ പ്രെഡസസർ ആക്ടിവിറ്റി ആകാം, സക്സസർ ആക്ടിവിറ്റി ആകാം, അല്ലെങ്കിൽ വൺ ഓർ മോർ ഓഫ് അതർ ആക്ടിവിറ്റീസുമായിട്ട് കൺകറൻ്റ് ആയിരിക്കാം. An activity which does not consume any kind of time or resource but merely depicts the technological dependence is called a dummy activity. It is a hypothetical activity which consumes no resources or time. അതായത് ടൈമോ റിസോഴ്സസോ കൺസ്യൂം ചെയ്യാത്ത ഒരു ആക്ടിവിറ്റി, ബട്ട് ഇത് മിയർലി ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ടെക്നോളജിക്കൽ ഡിപ്പെൻഡൻസിനെയാണ്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആക്ടിവിറ്റിയാണ്. ഇത് റിസോഴ്സസോ ടൈമോ കൺസ്യൂം ചെയ്യുന്നില്ല. സച്ച് ആക്ടിവിറ്റീസ് are called dummy activity. The balance portion in PERT or CPM networks will be discussed in the next lecture. Thank you.